വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് ഒരു 2-3 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തൈരും ഈ സവാളയൊക്കെ കൂടെ ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊരു മാവ് പരുവത്തിനാക്കി എടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. ഒറ്റയടിക്ക് ചേർക്കരുത്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് വറുത്ത് കോരിയെടുക്കണം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.